തങ്ങൾ പറയുകയാ, 3 കാര്യങ്ങളിലേക്ക് നോക്കുമ്പോ തന്നെ അള്ളാഹു പ്രതിഫലം നൽകുകയാ. 3 കാര്യങ്ങൾ നോക്കിയാൽ പ്രതിഫലമാ, വേറെ ഒന്നും ചെയ്യണ്ട, നോക്കിയാൽ പ്രതിഫലമാ. അതിലൊന്നാമത്തെ കാര്യമേതാ? പരിശുദ്ധമായ കഅബാലയമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, അല്ലാഹു കൺകുളിർക്ക് കാണാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. കണ്ടവർക്ക് ഇനിയും കാണാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ആ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ, ആ കഅബാലയം നോക്കുമ്പോൾ അല്ലാഹു പ്രതിഫലം തരുകയാ. എത്ര കണ്ടാലും കഅബാലയം കണ്ടു മടുത്തു എന്നാലും പറഞ്ഞിട്ടില്ല. കഅബാലയം കണ്ടിട്ട് കൺകുളിർമയോ കൂടിയിട്ടേ ഉള്ളൂ, മടുത്തു എന്നാലും പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു കാര്യം കഅബാലയമാ. രണ്ടാമത് നോക്കുമ്പോ പ്രതിഫലമുള്ള രണ്ടാമത്തെ കാര്യം അല്ലാഹുവിന്റെ കലാമാ, പരിശുദ്ധമായ കലാമാ, റബ്ബിന്റെ ഖുർആനാ. ആ ഖുർആൻ നോക്കുമ്പോ തന്നെ പ്രതിഫലമാ. ഇത് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ കുറച്ച് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഖുർആൻ ഓതണ്ടല്ലോ, ഖത്മ തീർക്കണ്ടല്ലോ, നോക്കിയാ മതിയല്ലോ, പ്രതിഫലമുണ്ടാകുമല്ലോ. നോക്കിയാൽ നോക്കുന്നതിന്റെ പ്രതിഫലമേ ഉള്ളൂ. പാരായണം ചെയ്തതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ പാരായണം ചെയ്യണം. ഖത്മ തീർത്തതിന്റെ പ്രതിഫലം കിട്ടണമെങ്കിൽ ഖത്മ തീർക്കണം. നോക്കിയാൽ പ്രതിഫലം ഉണ്ട് എന്നേ ഉള്ളൂ. മൂന്നാമത്തെ കാര്യമേതാ? നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖമുണ്ടല്ലോ, നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ മുഖമുണ്ടല്ലോ. 2 മിനിറ്റ് നേരം നിന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്ന ഒരു ദിവസത്തെ കുറിച്ച് പറയാൻ നിനക്കേറെ ആലോചിക്കേണ്ടി വരും. മണിക്കൂറുകളോളം പല ആളുകളുടെയും മുഖത്ത് നീ നോക്കിയിരുന്നിട്ടുണ്ട്, അവരുടെ എക്സ്പ്രഷൻ നോക്കിയിരുന്നിട്ടുണ്ട്. പല ഡിസ്പ്ലേയിലും മണിക്കൂറുകൾ നീ നോക്കിയിരുന്നിട്ടുണ്ട്. 2 മിനിറ്റ് നീ ഉമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ? അത് നീ ശ്രദ്ധിക്കേണ്ടതില്ല. നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ഉമ്മ സ്നേഹത്തോടെ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോ ചില ആളുകൾ ചിന്തിക്കും, ഉസ്താദേ നിങ്ങളിത് പറയുമ്പോ കൽബ് പൊടിയുന്നുണ്ട്, പക്ഷെ എന്റെ ഉമ്മ ഖബറില്ല, എന്റെ വാപ്പ ഖബറില്ല. ഞാൻ ചില അനിഷ്ടങ്ങൾ ജീവിതത്തിൽ നടത്തിപ്പോയിട്ടുണ്ട്. എന്താണ് ചെയ്യുക? ആ സമയത്ത് ചെയ്യാനുള്ളത് ആ സമയത്ത് ചെയ്തേ പറ്റൂ. എങ്കിലും ഒരു ചെറിയ വർത്തമാനം ഇമാമിങ്ങളൊരു കീല പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവർ, എന്താണെന്നറിയുമോ? സൗലാനിൽ വാലിദൈനി ഇദാ മാതാ സാഖിതൈനി അലൽ വലദ ഹൽ യുംകിനു അൻ യുർദിഹിമാ ബഅദ വഫാതിഹിമാ. ഉമ്മയും വാപ്പയും മരിച്ചുപോയി. ഉമ്മയും വാപ്പയും മരിച്ചു. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ഒരുപാട് ഉമ്മപ്പമാരുണ്ട്. അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മരണപ്പെട്ടതിന് ശേഷം ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചെങ്കിൽ മരിച്ചതിന് ശേഷം അവരെ പൊരുത്തപ്പെടിക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ? അതാണ് ചോദ്യം. എന്തെങ്കിലും വകുപ്പുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കീലയാണ്, വലിയ ബലമുള്ള കാലൊന്നുമല്ല. ചെറിയൊരു സമാധാനത്തിന് പറയാണ്, ജീവിച്ചിരിക്കുമ്പോ സമ്പാദിക്കാനുള്ളതാണ് അമ്മയും മാത്രം. മരിച്ചതിന് ശേഷം ചെറിയൊരു സമാധാനത്തിന് ഒരു കാര്യം പറയാം, ഇതെങ്കിലും ചെയ്തോളൂ അറ്റ്ലീസ്റ്റ് എന്നൊരു വർത്താനത്തിന് വേണ്ടി പറയാണ്. എന്താണ് മരണപ്പെട്ടതിനു ശേഷം ആ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്താൻ ചെയ്യാറുള്ളത്? 3 കാര്യമാണ്. അവ്വലുഹാ അയ്യകൂന സാലിഹാ. ഒന്നാമത്തെ കാര്യം അവൻ നന്നാകലാണ്, അവൻ സ്വാലിഹായി മാറണം. ഏത് കാര്യത്തിന്റെയും സ്വീകാര്യത അവിടെയാണ്. അവൻ നന്നാകലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് അയ്യസ്വില ഖറാബതഹുമാ വസ്ദിഖാഹുമാ. ഉമ്മയല്ലേ മരിച്ചിട്ടുള്ളൂ, വാപ്പയല്ലേ മരിച്ചിട്ടുള്ളൂ, അവരുടെ ബാക്കിയുള്ള ബന്ധുജനങ്ങൾ അവിടെയുണ്ടല്ലോ. ഉമ്മയുടെ കുടുംബക്കാരുണ്ട്, വാപ്പയുടെ കുടുംബക്കാരുണ്ട്, അവരോട് മാന്യമായി പെരുമാറണം. ആ വാപ്പയുടെ സുഹൃത്തുക്കളോട് മാന്യമായി ബന്ധം പുലർത്തണം. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടണം.
വയദഉ ലഹുമാ അവർക്ക് വേണ്ടി ദുആ ഇറക്കണം വയതസദ്ദഖ ലഹുമാ അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യണം. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. എന്തെങ്കിലും അനിഷ്ടം വന്നു പോയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഹയാത്തിലുണ്ടെങ്കിൽ, മക്കളെ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പെണ്ണാകട്ടെ ആണാകട്ടെ ആരുമാകട്ടെ, ആ ഉമ്മയുടെ അടുക്കൽ പോകണേ, അവരുടെ കൈയൊന്ന് പിടിക്കണേ, ഉപ്പയുടെ അടുക്കൽ പോകണേ, അവരെ കൊണ്ടൊന്ന് പൊരുത്തപ്പെടിക്കണേ. ഒരു നഷ്ടവും നമുക്ക് വരാനില്ല, ഒരു നഷ്ടവും വരാനില്ല. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് നൽകുമാറാകട്ടെ. നല്ല അച്ചടക്കമുള്ള നല്ല അച്ചടക്കമുള്ള അന്തരീക്ഷം നൽകുമാറാകട്ടെ. കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടൊരൊറ്റ വർത്തമാനം പറയുന്നു, ഉപ്പമാരോടൊരൊറ്റ വർത്തമാനം പറയുന്നു. പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ വിഷമിപ്പിക്കുമ്പോ പല മക്കളും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യാനാ ഉസ്താദ്, ഉമ്മയല്ലേ സ്വർഗമല്ലേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യയല്ലേ അത്, ഞാൻ അവളെ അടിച്ചിറക്കാൻ പറ്റുമോ, ഞാൻ അവളെ തെറി പറയാൻ പറ്റുമോ, ഞാൻ അവൾക്കൊരു വസ്ത്രം മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ, ഞാൻ അവൾക്കൊരു ആഭരണം മേടിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നാണം കെട്ട പണി നിങ്ങൾ കാണിക്കല്ലേ ഉമ്മ, നല്ല പക്വമതികളായ പ്രവർത്തനം നടത്തണേ ഉമ്മ. ആ മക്കളുടെ മരുമക്കളുടെ ആ മക്കളുടെ നിങ്ങളുടെ മക്കളാണ് രണ്ടുപേരും. അവരുടെ സന്തോഷം നിങ്ങൾ മുന്നിൽ കണ്ടിട്ട് വേണം പ്രവർത്തിക്കാൻ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതം ഖൈറിലാക്കുമാറാകട്ടെ. കൂട്ടത്തിൽ ഒരു ഉപദേശം പറഞ്ഞെന്നേ ഉള്ളൂ, കൂട്ടത്തിൽ എന്റെ ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് കണ്ടറിഞ്ഞ് പ്രിയപ്പെട്ട കണ്ടറിഞ്ഞ് പ്രിയപ്പെട്ട മക്കളുടെ പരലോകം നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുമുണ്ട്. ഇൻഷാ അല്ലാഹ് വിശാലമായി മറ്റൊരു സമയത്ത് പറയാം. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ചെറിയ ദ്വാരക്കം. ഒരാൾ എഴുന്നേക്കരുത്, എഴുന്നേക്കൂല, എഴുന്നേറ്റാ ഞാൻ പറയുന്നു വിളിക്കും. ആരും എഴുന്നേക്കരുത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദ്വാരക്കാം. അൽഹംദുലില്ലാഹ്, അവിടെ ഒരു മദ്രസ ഉണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അടിച്ചാല സൂപ്പർ മദ്രസ, നമ്മൾ കണ്ടാക്കോ കൊതി വരുന്നൊരു മദ്രസ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അല്ലേ? ഈ ഉൾഭാഗത്ത് വലിയ ഉള്ളല്ല, ചെറിയ ഉള്ളിൽ തന്നെ അടിപൊളി, ഇതൊക്കെ ടൗണിൽ വരണ മദ്രസയാണ്. അല്ലാഹു ഇനി ഉയർച്ചയിൽ എത്തിച്ചേരട്ടെ ഇൻഷാ അല്ലാഹ്. ആ മദ്രസ നല്ല ഹൈടെക് മദ്രസകളൊക്കെ അങ്ങനെ ആയിരുന്നുണ്ട്. പഴയ കാലമൊക്കെ മാറി. ആ തറാവറാക്ക ഇപ്പൊ നല്ല ഷാറിലെ. കാരണം എന്താ, പഴയ മക്കളെന്നല്ല ഐക്യം കൂടുതലാണ് മക്കൾക്ക്. നമ്മളെ 15-18 വയസ്സിലൊക്കെ അറിയുന്ന കാര്യങ്ങൾ ഇപ്പൊ 5-ലും 6-ാം ക്ലാസ്, ചെറിയ 5 വയസ്സ് 6 വയസ്സ് 10 വയസ്സിനുള്ളിൽ എല്ലാവർക്കും അവർക്കും എല്ലാ മക്കൾക്കും അതെല്ലാം ഓക്കെയാണ്. എന്തായാലും നമ്മുടെ മക്കളെ നന്മയുടെ വശത്താക്കി തരട്ടെ. വേറൊന്നുകൂടി ഇൻഷാ അല്ലാഹ് മക്കളുടെ കാര്യത്തിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മദ്രസയില് ഒരു ചെറിയ കാര്യം കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് നടത്താനുണ്ട്. വലിയ പരിപാടിയൊന്നുമല്ല. നമ്മുടെ ആ മക്കൾക്ക് വേണ്ട, അവർക്ക് ഒന്ന് ഓതിയോ ഒന്ന് പറയോ ഒന്ന് പ്രസംഗിക്കുകയോ ഒരു ബൈത്ത് ചൊല്ലിയോ ഖുർആൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കേൾക്കണ്ടേ? ഒരറ്റത്ത് നിന്ന് ഒരു ചെറിയ കുഞ്ഞു ഒരു പാട്ട് പാടിയാൽ, റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പാടിയാൽ അങ്ങേ അറ്റം നിൽക്കുന്ന ആളിനും കേൾക്കണ്ടേ? ആളിൽ നിന്നിട്ട് അതിനെന്ത് വേണം? ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ ബുക്കിലും വിശുക്കത്തിനോടുക്കരുത്, ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ പിള്ളേർ ഒരു ചെറിയ ബോക്സ് വേണം അല്ലേ? ചെറിയൊരു സെറ്റ് എന്തെങ്കിലും. നിങ്ങൾ എന്താ വേണ്ടേ? എന്നാ പിന്നെ അത് പറയും. എനിക്ക് കൊണ്ടുപോകാനല്ല, നിങ്ങൾക്കല്ലേ, നിങ്ങളുടെ മക്കൾക്കാണ്. ഇത് എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ നിങ്ങളുടെ മക്കളാരും ഒരു ചെറിയൊരു ബോക്സ് സംവിധാനം എന്തായിരുന്നാലും ഒരു 10-21 രൂപയെങ്കിലും ആവുന്നാ തോന്നുന്നു അല്ലേ? ഇത് കേട്ടോ 7 കൂടിയോ? 21. നല്ല നമ്മുടെ പ്രവർത്തകരാണ്, നല്ല ആക്റ്റീവാണ്. സുബ്ഹാനല്ലാഹ്, ഓടി നടന്ന് എന്തെല്ലാം ജോലിയും കാര്യങ്ങളും തിരക്കുള്ളവരൊക്കെ മാറ്റി വെച്ചിട്ട് ഈ കാര്യത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഓടി നടന്നെങ്കിലല്ലേ അല്ലേ? ഞാൻ ഇവിടെ എത്തണം, നിങ്ങൾ ഇവിടെ എത്തണം, ഇതെല്ലാം നടക്കണം. അതിനൊരു ടീം വർക്ക് ഉണ്ടാവും. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എന്താ ഒരു ദേഷ്യമുണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ ചെയ്യട്ടെ. ഇനി ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അല്ലാഹു അവരോട് അവസരങ്ങൾ നൽകട്ടെ, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. ഇച്ചിരി ഊക്കോറുണ്ടല്ലോ അവസാനം പറഞ്ഞു അല്ലേ?
ഒരു ഊക്ക് കുറേ നല്ല ഊക്കുണ്ടാവും, അള്ളാഹു അവർക്ക് എത്തിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനു വേണ്ടിയിട്ട് ഒരു 21,000 രൂപ ചെറിയ ചില്ലറ പൈസ ആരെങ്കിലും ഒരാൾ എൻ്റെ വക ആ ഒരു ബോക്സ് ഉള്ളൂ, അതിനകത്ത് എല്ലാ സെറ്റിങ്സും ഉണ്ട്. ഒരു ബോക്സ് വലിയ തൗഫീഖായിരിക്കട്ടെ, ചെറിയ കാര്യമല്ല. അത് ഇവിടെ എന്തായാലും നടക്കൂല. നടത്തുന്നതും നടത്താതിരിക്കുന്നതൊക്കെ അള്ളാഹുവാണ്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒരാൾ പറയണം ആ ഒരു ബോക്സ് സെറ്റിങ്സ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാം എന്നൊരാൾക്ക് പറയാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വലിയൊരു തൗഫീഖ്. ചെറുതല്ല കേട്ടോ, അത് വലിയ തൗഫീഖാണ്. കാരണം ഇൽമു പഠിക്കുന്ന കേന്ദ്രത്തിൽ ആ ശബ്ദം ഇതാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഒരു കുറച്ചാൾ, ഒരു 3-4 ആൾ കൂടിയിട്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്കത് ചെയ്തു കൊടുക്കണം അല്ലേ? ഒരു 4,444 രൂപ, ആ ഒരു കാര്യം അത് ചെറിയൊരു കാര്യമില്ല. ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കണം. അതിലൂടെ ഉരുവിടുന്ന വിശുദ്ധമായ ഖുർആൻ, അതിന്റെ ഓരോ അക്ഷരങ്ങളുടെയും സവാബുകൾ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. 2 ലോകത്തിൽ നൽകുമാറാകട്ടെ. ഒരു 4,444 രൂപ അതിലേക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പൊ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഉണ്ടെങ്കിൽ ഇപ്പൊ കൊടുത്തോളൂ, അല്ലെങ്കിൽ സൗകര്യം പോലെ കൊടുത്താൽ മതി. ഒരാളൊന്ന് ബിസ്മി ചൊല്ലിയിട്ട് ഖിലാസോടുകൂടി, നല്ല ഖിലാസോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സദസ്സിൽ നിന്ന് കൈവക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യം, അവന്റെ തൗഫീഖാണ്. എല്ലാവർക്കും വരുമ്പോൾ 4,450 എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷെ എങ്കിലും അത് കൊടുക്കാൻ കഴിയുക, ഒരു മനസ്സ് തോന്നുക എന്ന് പറയുന്നത് അതൊരു വലിയ ഭാഗ്യമാണ്, അതൊരു തൗഫീഖാണ്. അള്ളാഹു അവരെ സെലക്ട് ചെയ്യണം, അള്ളാഹു അവരെ തെരഞ്ഞെടുക്കണം. ആരായിരുന്നാലും അള്ളാഹു തആല അവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഉയർച്ച കൊടുക്കുമാറാകട്ടെ, ഉന്നതി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അൽഹംദുലില്ലാഹ്. ആരാ ആളാരാ? അൽഹംദുലില്ലാഹ്. ഖുലൂ തക്ബീർ. ഞങ്ങളുടെ തക്ബീർ കേട്ട എപ്പോൾ കൊടുക്കും? 3 എണ്ണം കൂടെ ബാക്കി. ഖുലൂ തക്ബീർ. ഈ പിള്ളേർ മാത്രമേ അല്ലാഹ് വലിയവനാണെന്ന് പറയാൻ മടിയുള്ളവരും പേടിയുള്ളവരായിരിക്കും കേട്ടോ. അല്ലാഹ് വലിയവനാണെന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. അല്ലാഹ് വലിയവനാണെന്ന് പറയുന്ന ഒരു ഇൻസാനെയും പേടിക്കണ്ട. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഖുലൂ തക്ബീർ. അഷ്റഫ് അബ്ദുൽ അസീസ് അഷ്കർ മൻസിൽ, നിങ്ങളെല്ലാവരും നല്ല ഇഖ്ലാസോടുകൂടി ഒന്ന് ആമീൻ പറയണം. അർഹമർ റഹീമായ അല്ലാഹ്, കരുണയുള്ള പടച്ചവനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരണപ്പെട്ട പിതാവിന്റെ ഖബറിലേക്ക് നിമിഷം തന്നെ ഇതിന്റെ മിസ്ൽ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരന്റെ പ്രവാസ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇഫ്ഫത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ആ കുടുംബത്തിൽ ആരെല്ലാം ഏതെല്ലാം രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ എല്ലാ രോഗങ്ങൾക്കും ശമനം നൽകണേ അല്ലാഹ്. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ഒരു പറയാൻ പറ്റിയൊരു ഭാഗ്യവാനാരാ ഉണ്ടോ? ഇതൊരു തൗഫീഖാണ്. ഇതെടുത്ത് നിസാരമായിട്ട് കാണരുത്. ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് അല്ലാഹു ലക്ഷങ്ങൾ വേണ്ടി വരുന്ന രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ നാട്ടിൽ ഒരു സഹോദരൻ, ഇന്ന് അദ്ദേഹത്തിന്റെ 3-ാം ഫാത്തിഹയായിരുന്നു. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. വളരെ പെട്ടെന്നാണ് ഒരു ക്യാൻസർ രോഗം അന്നനാളത്തിൽ പിടിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ അത് വിശ്വസിക്കാൻ പറ്റാത്ത നിലയ്ക്ക് അത്രത്തോളം ആരോഗ്യവാനായിരുന്ന ആളുകൾ സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഖബറിലാണ്. നമുക്ക് ആരോഗ്യമുള്ള, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇഖ്ലാസോടെ ചെയ്യുന്നവർ അവർ തൗഫീഖ് ലഭിച്ചവരാണ്. ഒരു ദിവസം 1,00,000 തവണ മിടിക്കുന്ന ഹൃദയത്തിന്റെ ആ മിടിപ്പ് നിൽക്കുന്ന ഒരു ടൈം നെക്സ്റ്റ് ടൈമിൽ അടുത്ത നിമിഷം വരാനുണ്ട്. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടി പറഞ്ഞോളൂ. അള്ളാഹു അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മുഴുവൻ മുറാദുകളും അള്ളാഹു തആല ഹാസിലാക്കി തരുമാറാകട്ടെ. രണ്ടാമതാരാ പറയാൻ പറ്റുന്നത്? ഞാനിപ്പോ 5,000 4,454 പറഞ്ഞെന്ന് വിചാരിച്ച് ഇപ്പൊ അതിൽ കുറച്ചാണെങ്കിലും കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്ന ആളുകൾ ഒരു 3,313 രൂപ പറയാൻ പറ്റുന്ന രണ്ടാമതൊരാളെന്ന് പറയും ഇൻഷാ അല്ലാഹ്. ആരാളുള്ളത്? ഇത്ര ആളുകൾ വേറെ ആരാ ഉള്ളത്? സഹോദരിമാരുടെ ഭാഗത്ത് ഇവിടൊക്കെ ധാരാളം ഉമ്മമാരും സഹോദരിമാരും നല്ല ഇഖ്ലാസോടുകൂടി സഹായിക്കുന്നവരാണ്. അള്ളാഹു നമ്മളെ ഉമ്മമാരുടെ വിഷയം എന്ന് കൂടുതലും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
ഷാജഹാൻ ആരും പോയത് കേട്ടോ. ഷാജഹാൻ SS മൻസിൽ ഗൾഫിൽ നിന്ന് അൽഹംദുലില്ലാ 4444 രൂപ. ഖുലൂ തക്ബീർ. അൽഹംദുലില്ലാ. പടച്ചവനെ റഹ്മാൻ റഹീമായ അല്ലാഹ്, എല്ലാവരും ആ അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ആളുകൾ ഉറച്ചെന്ന് ആമീൻ പറയണം. അല്ലാഹുവേ പടച്ചവനെ ആ സഹോദരനെ സഹായിക്കണേ അല്ലാഹ്, ആ സഹോദരനെ സഹായിക്കണേ അല്ലാഹ്. പടച്ചവനെ ആ സഹോദരന്റെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. സമ്പത്തിൽ ഹലാലായ നിലക്കുള്ള വർധനവ് നൽകണേ അല്ലാഹ്. പടച്ചവനെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഉന്നതിയും ഉയർച്ചയും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബത്തിൽ ആരെല്ലാം രോഗികളായിട്ടുണ്ടോ അത്ഭുതകരമായി രോഗങ്ങളിൽ നിന്ന് ശമനം കൊടുക്കണേ അല്ലാഹ്. ആരെല്ലാം മരണപ്പെട്ട് ഖബറുകളിലാണോ ആ ഖബറുകൾ വിശാലമാക്കണേ അല്ലാഹ്. ക്യാൻസർ, എയ്ഡ്സ്, അതുപോലെയുള്ള മാരക ഭീകര ഭീഭത്സ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും അവരെയും നീ കാക്കണേ അല്ലാഹ്. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരായി രണ്ടുപേരെ അങ്ങോട്ട് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് റാഹത്താവും. മൂന്നാമത് പറയാൻ പറ്റിയ ഒരു ഭാഗ്യവാനാണ്. സഹോദരിമാരുടെ ഭാഗത്താൻ്റെ കുട്ടികൾ പോയാ വേഗം ഇൻഷാ അല്ലാഹ്. ഇവിടെ ധാരാളം ഉമ്മമാരുണ്ട് എന്നാ മനസ്സിലാവുന്ന സഹോദരിമാര്. ഇഖ്ലാസോടുകൂടി ഒരു സഹോദരി ഇൻഷാ അല്ലാഹ് പറ്റുന്നത് ഒരു 2000 രൂപ പറയാൻ പറ്റാത്ത ആരും ഈ കൂട്ടത്തിൽ ഉണ്ടാവൂല ഇൻഷാ അല്ലാഹ്. ഈ ഒരു നല്ല നമ്മുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു 2000 പറയാൻ പറ്റുന്ന ആളുകൾ. അൽഹംദുലില്ലാഹ്. പേരെന്താ? അബ്ദുൽ അസീസ്. അൽഹംദുലില്ലാഹ്. 2000 രൂപ. വേറെ ആരോ ഒരാൾ 2000 ചെറിയൊരു പൈസ ഇൻഷാ അല്ലാഹ് ഇഖ്ലാസോടെ പറഞ്ഞോളൂ. ഇത് നല്ലൊരു അവസരമായി കാണാം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു കുറവും കൊടുത്ത് കുറഞ്ഞ ഒരു ചരിത്രം ഒന്നും വരെ വരാനില്ല. ഉണ്ടായിട്ടും കൊടുക്കാതെ പിടിച്ചു വെച്ച് കുറഞ്ഞതും തകർന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. കൊടുത്ത് കുറഞ്ഞ ഒരു സംഭവം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അല്ലാഹു ഹലാലായ നിലക്ക് അല്ലാഹു തന്നതിൽ വർധനവ് നൽകുമാറാകട്ടെ. ആരുള്ളത്? 3 ആളായി. നാലാമത് ഒരാളോട് പറയാൻ ഒരു 2000 പറയാൻ പറ്റിയ ഒരാളാരാ? പറഞ്ഞോ. ആരുള്ളത്? സഹോദരി പറഞ്ഞോ. ഷംനാദ്. അൽഹംദുലില്ലാഹ്. 2000 രൂപ. നാലാമതായി പറഞ്ഞു. അഞ്ചാമത് പറയാൻ ഒരു സഹോദരനാരാ? അഞ്ചാമത് പറയാൻ ഇൻഷാ അല്ലാഹ്. നസീമ ബീവി കുപ്പത്തിമൂല മരണപ്പെട്ട മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ അഞ്ചാമതായി പറഞ്ഞു. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ഇപ്പൊ എത്രയായി? അല്ല 3 പേര് പറഞ്ഞില്ല 2000. അപ്പൊ 15 ഏകദേശം 15-നടുത്തായി. കറക്റ്റ് അല്ലേ? ഇവിടെ നോക്ക്. എല്ലാവരും ഒരു സലാത്ത് ഉറച്ച് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി. എവിടെ സാധനമൊക്കെ ഇരിക്കുന്നത്? നമ്മുടെ പ്രസംഗം ഉണ്ടല്ലേ? അത് ശരി. ആളവിടെ സാധനം പറയല അവർക്ക് എത്തിയിട്ട്. ഉബൈസ് എന്ന് പറയുന്ന കർണാടകക്കാരനായ അല്ലെ ഇതല്ലേ യൂട്യൂബ് അല്ലേ? അതല്ലേ ഉബൈസ് തന്നെ പറഞ്ഞത്? കർണാടക എന്ന് ചോദിച്ചാൽ കർണാടകയാണോന്ന് ചോദിച്ചാൽ ഉബൈസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. കർണാടക സ്റ്റേറ്റിലുള്ള ആളാണ്. ഇടയ്ക്കൊക്കെ ആ ഭാഗത്തൊക്കെ പരിപാടിക്ക് പോകാറുണ്ട്. ആ ഉബൈസാണോ ഇവിടെ യൂട്യൂബിലുള്ള ഉബൈസ്? അത് ഉബൈസാണ്. ആ നോക്കി നിങ്ങളൊന്ന് അതിന്റെ ഒരു കമന്റ് കൊടുത്തു. എനിക്കിപ്പോ പറയാൻ കഴിയുമോ? ഞാൻ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ.
ഉബൈസ് കർണാടകക്കാരനാണെങ്കിൽ ആ സ്ഥലവും കൂടെ, ഉബൈസിന്റെ സ്ഥലവും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ഞാൻ ഉബൈസിനോട് ഓർമ്മപ്പെടുന്നു. അല്ലാഹു തആല ഖൈർ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് 2000 രൂപ, മുഹ്സിന 2000, ഏകദേശം 19 ചില്ലറയായിട്ടുണ്ട്. ശരിയല്ലേ? അൽഹംദുലില്ലാഹ് മുഹ്സിനയുടെ പൈസ. ഇനി ഒരാളും കൂടെ മതി ആ കാര്യത്തിന് വേണ്ടി. വേറെ ചെറിയ കാര്യങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ്, വിഷമിക്കണ്ട കേട്ടോ, ആരും ബേജാറെടുത്ത്. വലിയ ലാഭ, ഇത് വലിയൊരു തൗഫീഖാണ്. ഒരാളും കൂടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ആ കോറന്ത കഴിയും. അല്ലേ? നിങ്ങളെ പേരെന്താ? എഴുതുന്ന ആളുടെ പേരെന്താ? നിസാമുദ്ദീൻ. നിസാമെന്നാണോ പേര്? ആ, ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചോ. ഒരാളും കൂടെ ആയാൽ നമുക്ക് ആ സെറ്റിനുള്ള ഇതാവും. ഒരു 2000 രൂപയുടെ പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. ആരാ ഉള്ളത്? ഒരു ഭാഗ്യവനകത്ത് അയക്കാൻ പറ്റിയ ഒരാൾ. അൽഹംദുലില്ലാഹ് നമ്മുടെ ആ മദ്രസയിലേക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് ചെറിയൊരു ചില്ലറ പറഞ്ഞ് അത് പൂർത്തിയാക്കാൻ പറ്റുന്ന ഒരാൾ. मेरे सदक़े में आका सारे जहां को दीन मिला, बेदीनों ने कलमा पढ़ा, ला इलाहा इल्लल्लाह, अल्लाह हस्बी रब्बी जल्लल्लाह, मा फी क़ल्बी गैरुल्लाह, नूर मुहम्मद सल्लल्लाह, ला इलाहा इल्लल्लाह। सिंध नबी बोझल गया, आका से उसने ये कहा, गर्व नबी बतला वो जरा, मेरी मुट्ठी में है क्या। सिंध नबी बोझल गया, आका से उसने ये कहा, गर्व नबी बतला वो जरा, मेरी मुट्ठी में है क्या। आका का फरमान हुआ और फसल सुबहान हुआ, मुट्ठी से पत्थर बोला, ला इलाहा इल्लल्लाह, हस्बी रब्बी जल्लल्लाह, माफी नूर मुहम्मद सल्लल्लाह, ला इलाहा इल्लल्लाह, अधिक मनोहर नूरुल्लाह, अहमद नबी सल्लल्लाह, अगदि दयालु हबीबुल्लाह, आमन्ना बिरसूलिल्लाह, मौलाया सल्ली व सल्लिम दाइमन अबदा अला हबीबिक खैरिल ഖൽഖി കുല്ലിഹിം. അർഹമർറഹീമായ അല്ലാഹ്, കരുണയുള്ള പടച്ചവനെ, സഹായിക്കുന്നവനെ നീ അറിയുന്നവനാ. അവരുടെ മനസ്സിന്റെ അന്തരംഗം കണ്ണില്ലാതെ കൽബുകളുടെ അന്തരംഗം കാണുന്ന കരുണയുള്ള കരീമായ കാവലേകുന്ന അല്ലാഹ്, അവരുടെ മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്, മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്, മുഴുവൻ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, അവർക്ക് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാഹ്, ഉള്ള ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്, നല്ല ഖൈറും റാഹത്തും ഇസ്സത്തും ഇഫ്ഫത്തും നീ കനിഞ്ഞരുളണേ അല്ലാഹ്. പടച്ചവനെ, ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അവരെ നീ കാക്കണേ അല്ലാഹ്, കടക്കണിയിൽ കൊടുക്കല്ലേ അല്ലാഹ്. ആ കുടുംബത്തിൽ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്, ഉള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കർണാടക ഉബൈസാണ് അതിന്റെ വിഷയം. ഉബൈസ് എന്ന് പറയുമ്പോ അങ്ങനെ പിന്നെ അങ്ങനെ നമ്മൾ ചിന്തിക്കണം. കാരണം സ്ഥലം പറയാതെ അറിയുന്ന ഒരാളുണ്ട്, അതുകൊണ്ടാണ് ആളങ്ങനെ ഓർമ്മ. കർണാടകയിലുള്ള എൻ്റെ സുഹൃത്ത് ഉബൈസ് നമ്മളെ യൂട്യൂബിലൂടെ കേട്ടിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഈ പ്രഭാഷണം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ.
ആ ഉബൈസ് എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. ആ വീട്ടിൽ രോഗികളായിട്ടുള്ള എല്ലാവർക്കും അല്ലാഹു ശിഫാ കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം നടത്തുന്ന എല്ലാ സേവനങ്ങൾക്കും ഖിദ്മാത്തുകൾക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്നോട് അനുവാദം ചോദിച്ചിട്ട് തന്നെ വാട്സാപ്പിന്റെ ഗ്രൂപ്പ് എൻ്റെ സ്പീച്ചും മറ്റുമൊക്കെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി, ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് എന്നോട് ചോദിച്ചിട്ട് തുടങ്ങിയൊരു സഹോദരൻ. 1 തുടങ്ങി, 2 തുടങ്ങി, ഇപ്പോൾ 9 10 ഒക്കെ ആയിട്ടുണ്ട് ഗ്രൂപ്പ്. കർണാടകയിലും കാസർഗോഡിലും ഒക്കെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. അപ്പോൾ അതിലുള്ള 1000 അധികമായി. അപ്പോൾ സുബൈർ സലാഹുദ്ദീൻ 3313 രൂപ. അൽഹംദുലില്ലാഹ്. സുഹൈറാണല്ലേ? സുഹൈർ സലാഹുദ്ദീൻ 3313 രൂപ. അപ്പൊ ഏകദേശം 22,000 സംതിങ് ആയിട്ടുണ്ട്. എത്രയാ? 2000. അപ്പൊ അത്രയും വരെയുള്ള സാധനം മേടിക്കണം കേട്ടോ. കാരണം ആ നിയത്തിൽ തരുമ്പോ എന്നെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു എക്സ്ട്രാ കൂടെ മേടിച്ചു നോക്കുന്നത് ബേജാറാണ്ട. ഇപ്പൊ കാരണം ഹക്ക് പോലെ പോണല്ലോ. അൽഹംദുലില്ലാഹ്. മറ്റൊരാളും 2000 രൂപ. സജീർ പൂവത്തൂര്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു ഖൈർ ചെയ്യുമാറാകട്ടെ. പടച്ചവനെ അവരെ നീ ഖബൂലാക്കണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്, അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്കൊരു ചെറിയ പരിപാടികളുണ്ട്, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ദുആ ഇറക്കും. ബേജാറാണ്ട കേട്ടോ. ഏറ്റവും വലിയ ബർക്കത്താക്കപ്പെട്ട ജാരിയായ സ്വതക്ക എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം. കുറച്ച് ടൈലുകളുണ്ട്. നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് എത്ര? 50 രൂപ അല്ലേ? 50 രൂപ ഏകദേശം. സ്ക്വയർ ഫീറ്റിന് 50 രൂപ ഉള്ളൂ. ബേജാറുണ്ട്. അദ്ദേഹം പറഞ്ഞ ചെറിയ സംഭവം എന്ന് പറയാം. 50 ഉള്ളൂ. ഒരു 1000 സ്ക്വയർ ഫീറ്റ് അതില്ലേ? ചെറിയ പൈസ. 1000 സ്ക്വയർ ഫീറ്റ് ടൈല് നമുക്ക് വേണം. ഒരു ഇച്ചിരി സിമെന്റ്. ടൈല് മാത്രം ഇട്ടാ ഇരിക്കൂല. ഇവിടെ നല്ല എവിടെ അങ്ങനെ തന്നെ ഉറക്കൂല. ഇച്ചിരി സിമെന്റും കാര്യങ്ങളും കുറച്ച് പൂശാനും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള സിമെന്റും വേണം. ടൈല് നമുക്ക് തൽക്കാലം കൊടുക്കാം. ബാക്കി സിമെന്റ് ഒക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിക്കോളും. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വേണ്ടത്. സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. കഴിയുന്ന 50 100 50 രൂപയുള്ളൂ കേട്ടോ. 50 100 200 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് വേണം. പറ്റുന്ന സ്ക്വയർ ഫീറ്റുകൾ ഇൻഷാ അല്ലാഹ് പറയാൻ പറ്റുന്ന ആളുകൾ പറയണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയൊരു ഭാഗ്യവാനാരാണ് സഹോദരിമാരുടെ ഭാഗത്തുനിന്നോ? 50 100 സ്ക്വയർ ഫീറ്റ് പറ്റുന്നത് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് പറ്റുന്ന സ്ക്വയർ ഫീറ്റ് ഇൻഷാ അല്ലാഹ് പറയാം. 25 അങ്ങനെ പറ്റുന്ന സ്ക്വയർ ഫീറ്റുകൾ പറയണം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ സദസ്സിൽ ദുആയുടെ സമയം അടുത്തു. ദുആയിലേക്ക് കടക്കാൻ പോവാണ്. പറ്റുന്ന ആളുകൾ പറയണം. പറഞ്ഞിട്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല ആര് പറഞ്ഞാലും അവർക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു ഭവനം നൽകുമാറാകട്ടെ. അവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല വേദനകളിൽ നിന്ന് അകലിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു വീടില്ലാത്തവർക്ക് വീട് നൽകുമാറാകട്ടെ. പണി തുടങ്ങിയവരുടെ പണികൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർത്തിയായ വീടുകളുടെ സാമ്പത്തിക പ്രതിസന്ധി അല്ലാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. നാട്ടിലും വിദേശത്തും സ്വദേശത്തും ആരൊക്കെ ആ കുടുംബത്തിൽ നിന്ന് ജോലികൾ ചെയ്യുന്നുണ്ടോ ആ ജോലികളിലൊക്കെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കഴിയുന്ന എത്ര സ്ക്വയർ ഫീറ്റ് ആണല്ലോ അത്ര. ഞാനിപ്പോ 50 എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കഴിയുന്ന സ്ക്വയർ ഫീറ്റുകൾ പറയാൻ പറ്റുന്നവർ ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ നന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാൻ ആരാന്ന് പറയാൻ പറ്റിയ? നമ്മുടെ നൗഷാദ് ഉസ്താദ് അൽഹംദുലില്ലാഹ് 50 സ്ക്വയർ ഫീറ്റ്. അവരുടെ ഉമ്മ വളരെ വിഷമത്തിലാണ്. വളരെ കാര്യമായി ദ്വാരക്കണമെന്ന് എന്നോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പ്രിയപ്പെട്ട പ്രവർത്തകരോടൊപ്പം നല്ല നിർദ്ദേശങ്ങളെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥമായി നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരിൽപ്പെട്ട ആള് തന്നെയാണ്. ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും ആളാണ്. അൽഹംദുലില്ലാഹ് ഒരു 50 സ്ക്വയർ ഫീറ്റ് ടൈൽസിന് വേണ്ടി 1000 രൂപ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് 60 സ്ക്വയർ ഫീറ്റ് ഉസ്താദ് പറഞ്ഞോളൂ. ഉസ്താദ് എത്ര 50 പറഞ്ഞ? അപ്പൊ 110 സ്ക്വയർ ഫീറ്റ് ആയി. അൽഹംദുലില്ലാഹ്. 2 പേര് 40 സ്ക്വയർ ഫീറ്റും ഒരാള് 20 പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1000 2000 എന്നാ പറഞ്ഞത്. അതാ പറഞ്ഞ ചെറിയ പൈസയുള്ളൂ. അൽഹംദുലില്ലാഹ്. ഇതിൽ വലിയൊരു ബർക്കത്താണ്. കാരണം അത് നമ്മൾ ഖബറിൽ പോയാലും ആ തറയോടെ ഉണ്ടാവും. ജാരിയായ സദഖയാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി ദ്വാരക്കാണ്. ഉമ്മ RCCയിലാണ്, ക്യാൻസറായി ചികിത്സയിലാണ്, വല്ലാത്ത വേദന തിന്നിട്ടാണ് കിടക്കുന്നത്. അള്ളാഹുവെ പടച്ചവനെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. നിങ്ങളൊക്കെ നാമയും പറയും ഖിലാസോട്. ഇത് ചെറിയ കാര്യമല്ല കേട്ടോ. ഇൽമിന്റെ മജ്‌ലിസാണ്, മലക്കുകളുണ്ട്. എത്രയോ ആളുകൾ നൊമ്പരത്തോടു കൂടി വളരെ വിഷമത്തോടു കൂടി ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഈ സദസ്സിനെ വീക്ഷിച്ചുകൊണ്ട് ആമീൻ പറയുകയാണ്. അള്ളാഹുവെ പടച്ചവനെ ആ മാതാവിന് നീ സലാമത്ത് കൊടുക്കണം റബ്ബേ, സലാമത്ത് കൊടുക്കണം അല്ലാഹ്. കാമിലായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബസ്ഥ നീ പ്രയാസപ്പെടുത്തല്ല റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ എല്ലാ പ്രയാസം നീ കാക്കണേ അല്ലാഹ്. ക്യാൻസറായി കഴിയുന്ന ഒരുപാട് രോഗികളുണ്ട് അള്ളാഹുവെ. ഒരുപാട് ആളുകൾ വസീയത്ത് പറഞ്ഞിട്ടുണ്ട്. സഹോദരിമാർ, സഹോദരന്മാർ, അള്ളാഹുവെ എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാഹ്. അള്ളാഹുവെ മലപ്പുറം വേങ്ങലൂരുള്ള ഒരു പേഷ്യന്റിന് വേണ്ടി ദ്വാരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവെ നീ ശിഫാ നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, ആഫിയത്തുള്ള ദുർവയസ് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് നമ്മുടെ നൗഷാദ് ഉസ്താദിന്റെ മാതാവിന് പടച്ചവനെ നീ കാമിലായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാഹ്. പടച്ചവനെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. അല്ലാഹുവേ വലിയ സാമ്പത്തികമായ ഹലാലായ വർധനവുകൾ ഈ സഹായിക്കുന്നവർക്ക് നൽകണേ അല്ലാഹ്. ബിഹഖി മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൻപത് സ്ക്വയർ ഫീറ്റ് ഷാഫി പോകുന്നു. പ്രിയപ്പെട്ട മാതാവിന്റെ ഓപ്പറേഷൻ, മുട്ടിന്റെ ഒരു ഓപ്പറേഷൻ വരുന്ന വെള്ളിയാഴ്ച നടക്കാനുണ്ട്. നമ്മുടെ കാര്യത്തിനൊക്കെ നല്ല സഹകരിക്കുന്ന ഒരാളും കൂടിയിട്ടാണ്. പടച്ചവനെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ 50 സ്ക്വയർ ഫീറ്റ് അൽഹംദുലില്ലാഹ് ഇപ്പൊ 160 സ്ക്വയർ ഫീറ്റ് ആയി. അള്ളാഹുവെ പടച്ചവനെ ആ മാതാവിന്റെ ആ അസുഖം പൂർണ്ണമായും ഭേദമാക്കണേ അല്ലാഹ്. അമീൻ ഉറച്ചു പറയും, ഭേദമാക്കണേ അല്ലാഹ്. അള്ളാഹുവെ റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ മുഴുവൻ മുഴുവൻ ഹലാലായ മുറാദുകളും പടച്ചവനെ നീ ഹാസിലായി കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും പടച്ചവനെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ബിഹഖി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ 20 സ്ക്വയർ ഫീറ്റ് താജുദ്ദീൻ പണയിലുള്ള മരണപ്പെട്ട പിതാവിന് ഇൻഷാ അല്ലാഹ് നല്ലൊരു ഹദിയാണ്. മരണപ്പെട്ട ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി നമുക്ക് അവരെ ഓർക്കാനും അവർക്ക് ദുആ കിട്ടാനുമുള്ള നല്ലൊരു അവസരമാണ്. അൽഹംദുലില്ലാഹ്. മറ്റൊരു സഹോദരനെ ഓർമ്മപ്പെടുത്തി. അപ്പൊ 180 സ്ക്വയർ ഫീറ്റ് ആയിട്ടുണ്ട്. റഹ്മാനായ അല്ലാഹ് ആ പിതാവിനെ ഈ നിമിഷം തന്നെ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ഖബറിൽ വിസാര നൽകണം റഹ്മാനേ. പ്രകാശം നൽകണം അല്ലാഹ്. നോക്കത്താ ദൂരത്തോളം ആ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിലൊക്കെ നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. ബിഹഖി മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാളുള്ളത്? പടച്ചവനെ മറ്റൊരു 20 സ്ക്വയർ ഫീറ്റും കൂടി സുഖമില്ലാത്ത ഭാര്യയ്ക്ക് വേണ്ടി ദുആരക്കാൻ മറ്റു പല ഹാജാത്തുകളും ഉള്ളിൽ വെച്ചുകൊണ്ട് ദുആരക്കാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 200 ഒരു 50 100 പറയാൻ പറ്റുന്നവര് പെട്ടെന്ന് പറയണം. അല്ലാഹു തആല ബർക്കത്ത്. 2500 മതിയാവും 50 സ്ക്വയർ ഫീറ്റ്. 5 ഉണ്ടെങ്കിൽ ഒരു 5000 പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ്. ചെറിയ കാര്യമല്ല കേട്ടോ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. പടച്ചവനെ അവരുടെ ഭാര്യയുടെ അസുഖം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കാമിലായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾ, ആപത്ത്, ഇടങ്ങേറ്, മുസീബത്തുകൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. നല്ല റാഹത്തും റഹ്മത്തും നീ ചൊരിയണേ അല്ലാഹ്.
മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.